ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഴനിക്ക് പോകുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്കാണ് പഴനി പോകുന്നത്. നമുക്ക് നാളെ രാവിലെ കാണാം. ഞങ്ങൾ പഴനിക്ക് പോകാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞി കല്ലുവിനെ മൊട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് പഴനി പോണത്. ഇതാണ് ഞങ്ങൾ പോകുന്ന ട്രാവലർ. വണ്ടിയിൽ കയറിയിരുന്നു. എൻ്റെ അപ്പുറത്തെ സീറ്റിൽ ആവണിയുണ്ട്, എൻ്റെ പിന്നത്തെ സീറ്റിൽ എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ ഉണ്ട് കേട്ടോ. വണ്ടിയുടെ ഉൾവശം അധികം പേരൊന്നുമില്ല. എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട് ഐശ്വര്യയുടെ ഫാമിലിയും ഉള്ളൂ. കുറച്ച് പേര് വരാനും ഉണ്ട് കേട്ടോ. എനിക്കും എൻ്റെ അനിയത്തിക്കും വോമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ നാരങ്ങ മണത്തിട്ടാണ് കേട്ടോ ഇരിക്കണത്. ആവണിയാണെങ്കിലും അപ്പുറത്ത് ജീരകം കഴിച്ച് കിടന്നുറങ്ങുകയാണ് കേട്ടോ. സീറ്റിൽ കാറ്റൊക്കെ കൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വോമിറ്റ് ചെയ്യണമെന്നൊന്നും തോന്നിയില്ല. പാലക്കാടിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി. ഇതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുപ്പൊക്കെ നടത്തി. വണ്ടിയിൽ തിരിച്ച് കയറാൻ നേരത്ത് ഞാനൊരു ഉഴുന്നുവട കഴിച്ചു. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ തന്നെ കയറിയിരുന്നു. അതിനിടയിൽ അമ്മ എനിക്ക് കല്ലുവിനെ കൊടുന്നു തന്നിട്ട് ഇനി നീ കല്ലുവിനെ നോക്കുക എനിക്ക് തന്നിരുന്നു. എൻ്റെ അപ്പുറത്ത് എത്തി നോക്കിപ്പോയ ഒരാളെ കണ്ടോ, അതാണ് എൻ്റെ കസിൻ ബ്രദർ. പേര് ധ്യാൻചന്ദ് എന്നാണേ. പഴനി എത്താനായ സമയത്ത് അടുത്തടുത്തായിട്ട് കുറേ വിൻമിൽസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പഴനിയിലെത്തി. അവിടുത്തെ പാർക്കിങ്ങിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണത്. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ അവിടെ നിന്ന് പഴനിക്ക് കയറാനുള്ള സ്റ്റെപ്സ് കാണാൻ പറ്റി. കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. തൂണുകളിലെല്ലാം ഭഗവാന്റെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരച്ചത് കൊണ്ടാണ് കേട്ടോ എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. കല്ലൂനെ മൊട്ടടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ പോയിട്ടുണ്ട്. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശരിക്കും എൻ്റെ അനിയത്തിയെയും ഐശ്വര്യയുടെ അനിയനെയും മൊട്ടടിക്കാനാണ് പോയത്. പക്ഷേ പഴനി പോകുമ്പോൾ 3 മുട്ടകൾ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛന് മൊട്ടടിച്ചു. എൻ്റെ അച്ഛൻ മൊട്ടടിച്ചത് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഇതാണ് ഐശ്വര്യയുടെ അനിയൻ. ഞങ്ങൾ ഭഗവാനെ കണ്ട് വന്നു. ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നല്ല സങ്കടമായിട്ടോ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട്. അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ അടിപൊളിയായിരുന്നു. കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കയറിപ്പോയത് അറിഞ്ഞതേ ഇല്ല. അങ്ങനെ ഞങ്ങൾ പഴനി മുരുകനോടൊക്കെ ബായ് പറഞ്ഞ് വീട്ടിൽ പോവാണ്. തിരിച്ചു പോണ സമയത്ത് എല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു. കൂട്ടത്തിൽ ഞാൻ മുന്നിലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ടയേർഡായി. അതുകൊണ്ട് എല്ലാവരും കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും രാത്രിയായിരുന്നു. പുറത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ അരമന എന്നുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ആകെ ടയേർഡാണ് കേട്ടോ. പക്ഷേ എൻ്റെ മൊട്ടക്കുട്ടിക്കൊരു കൂസലുമില്ല. അവളിപ്പോൾ ബൊമ്മനെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.